ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഡേ അല്ല, 2 ഡേയ്സിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്ത് വന്നപ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. അപ്പോൾ അതേ പുറത്തിറങ്ങിയിട്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഈ ഒരു സീഡ് പോഡ് ഉണ്ടല്ലോ, അഡീനിയം പറഞ്ഞിട്ടുള്ള പ്ലാന്റിൻ്റെ സീഡ് പോഡ് ഉണ്ടായിരുന്നു. അതൊന്ന് കെട്ടി വെച്ച് കൊടുക്കാൻ. അത് പ്രോപ്പറായിട്ട് എങ്ങനെ കെട്ടുകയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ഇതിൽ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ, ഞാനിങ്ങനെ 1-2 വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടു, കെട്ടി വെച്ചിട്ടില്ലെങ്കിൽ അത് പൊട്ടിയിട്ട് അതിൻ്റെ സീഡ്സൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു. അപ്പോൾ അതൊന്ന് കെട്ടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ തന്നെ ഒരു നൂലൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോഡക്സ് കണ്ടോ, നല്ല സൈസുള്ളൊരു കോഡക്സ് ആണ് കേട്ടോ ഇതിന്. ഈ ക്രാഫ്റ്റിൻ്റെ പരിപാടി പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റ് 2 ഹോബീസാണ് കേട്ടോ. ഈ ഡെസേർട്ടുകൾ ഉണ്ടാവുമല്ലോ, സ്വീറ്റ്സ്, മധുരങ്ങൾ കുക്ക് ചെയ്യുക, ബേക്കിങ്, അതുപോലെ ഈ പുഡിങ് ഉണ്ടാക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. അതുപോലെ ഈ പ്ലാന്റ് കെയറിങ്ങും. പ്ലാന്റ്സിൽ എനിക്ക് എന്തോ ഇപ്പം പല ചെടികൾ കളക്ട് ചെയ്യുന്നതിനോട് ഇപ്പം ആദ്യത്തെ അത്ര ഒരു താല്പര്യമില്ല. ഇപ്പം ഞാൻ കൂടുതലായിട്ടും എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈ അഡീനിയം പ്ലാന്റ്സും അതുപോലെ തന്നെ ഓർക്കിഡ് പ്ലാന്റ്സുമാണ്. ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ കൂടുതൽ കെയർ ചെയ്യാറ്. ബാക്കി പ്ലാന്റ്സിന് എന്തോ ഒരു ഇപ്പം പഴയ അത്ര ഒരു താല്പര്യമില്ല. ഇഷ്ടമില്ലായി അല്ല, ഒരു താല്പര്യം തോന്നാറില്ല മറ്റ് പ്ലാന്റ്സിനോട് അത്ര. ഇവ രണ്ടുമാണ് ഇപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ എന്തായാലും ഇതേ ഞാൻ അഡീനിയത്തിൻ്റെ സീഡ് എങ്ങനെയാണ് എനിക്ക് കെട്ടി വെക്കേണ്ടതെന്ന് അറിയില്ല. ഒരു ത്രെഡ് വെച്ചിട്ട് അങ്ങനെ റാൻഡമായിട്ട് ചുറ്റിയിട്ട് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ ദിവസമായിട്ടോ ഇതിങ്ങനെ കെട്ടി വെക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ അങ്ങനെ മറന്നു പോവാറാണ്. അപ്പോൾ ഇത്തവണ വന്നപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ അത് ആദ്യം തന്നെ അത് ചെയ്ത് അവിടെ സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സൊക്കെ ഇപ്പോൾ ഉള്ളത് കരുവന്തുരുത്തിയിൽ എൻ്റെ വീട്ടിലാണ് കേട്ടോ. കാരണം അരിപ്പാറയിലെ വീട്ടിൽ ആടുള്ളതുകൊണ്ട് എനിക്ക് അവിടെ പ്ലാന്റ്സ് വെച്ചാൽ അത് ആടൊക്കെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഞാൻ അവിടെ വെക്കാറില്ല. അപ്പോൾ അവിടെ ആദ്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പ്ലാന്റ്സ് ഒന്നും വെക്കലില്ല. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ 1-2 വെക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. ഇൻഷാ അല്ലാ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ ഇൻഷാ അല്ലാ പറ്റുകയാണെങ്കിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഫറൂഖിൽ പോയപ്പോൾ ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സസ്സാണ് കേട്ടോ. മക്കൾക്ക് 2 പേർക്കും ഓരോ ടീഷർട്ടും പിന്നെ എനിക്ക് 2 ചുരിദാറും എടുത്തിട്ടുണ്ടായിരുന്നു. ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള കുർത്ത പോലത്തെ പാൻറ്റും ഷോളും ഒക്കെ ഉള്ള 3 പീസ് സെറ്റാണ്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. മെറ്റീരിയലാണുള്ളത്. ഇത് സ്റ്റിച്ച് ചെയ്യാനാണ് മെയിനായിട്ടും ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് തന്നെ. പക്ഷേ വന്നപ്പോൾ കുറച്ച് വയറുവേദനയും ഒക്കെ ആയിട്ട് ഒന്ന് വയ്യാണ്ടായി. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഞാൻ ആ യെല്ലോ കളറാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ യെല്ലോ കളറും പിന്നെ ഒരു ഗ്രീൻ കളറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഫറൂഖ് പ്രീതിയിൽ ഇത് ഓഫർ ഇട്ടുണ്ടായപ്പോൾ മേടിച്ചതാണ്. അവിടെ നല്ല ഓഫർ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു, ആടി സെയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള 2 സെറ്റ് കണ്ടപ്പോൾ 2 മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനത്തെ ബ്രൈറ്റ് കളർ, ഇതല്ല യെല്ലോ കളർ ഉണ്ടല്ലോ ബ്രൈറ്റ് കളർ, അത് ഞാൻ അങ്ങനെ കുറേ ആയി ഇപ്പോൾ എടുത്തിട്ട്. അങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സ് ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു യെല്ലോ എടുത്ത് നോക്കിയതാണ്. ഇത് ഗ്രീന് പിന്നെ ഒരു സൈലൻറ്റ് ഗ്രീനാണ്, അങ്ങനെ ബ്രൈറ്റ് ഒന്നുമല്ല. ഇത് പിന്നെ ഞാൻ പെരുന്നാളിന് 2 മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. അന്ന് ഹിലു ബേബിക്കും മുണ്ടിവീക്കും ഒക്കെ ആയിട്ട് വയ്യാതായി. പെരുന്നാളിന് പിന്നെ ഞാൻ അങ്ങനെ കൂടുതൽ സ്റ്റിച്ചിങ്ങിലേക്കൊന്നും നോക്കിയിട്ടില്ല. ആകെ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തു, പെരുന്നാളിൻ്റെ അന്ന് മാത്രം ഇട്ടു, അത്രേ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ആ മെറ്റീരിയലും സ്റ്റിച്ച് ചെയ്യാൻ ബാക്കിയുള്ളതാണ്. അപ്പോൾ ഇതേ മറ്റ് 2 മെറ്റീരിയൽസും ഞാൻ മടക്കി വെച്ചിട്ട് ആ യെല്ലോ ആണ് ഞാൻ ആ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അതങ്ങനെ കൂടുതൽ മോഡലായിട്ട് സ്റ്റിച്ച് ചെയ്യാനൊന്നുമില്ല, നോർമൽ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ ടോപ്പ്, പാൻറ്റ്, ഷോളിൻ്റെ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ആർക്കെങ്കിലും സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാ പറ്റുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ വെറുതെ എല്ലാ വീഡിയോസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചടപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ആർക്കെങ്കിലും ഒരു കമൻറ്റെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഓക്കെ, അങ്ങനെ ഇതേ ഞാൻ അത് കട്ട് ചെയ്യാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഭയങ്കര മടി കുടുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അതിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകും. പക്ഷേ കുറച്ച് കാലം അതിനൊരു ഗ്യാപ്പ് ഇട്ടാൽ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഹോബിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കില്ല. എനിക്കിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും.
ഈ ഒരു വീക്കിൽ റെസിൻ ആർട്ടാണ് ഞാൻ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ക്ലേ ആർട്സ് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് വീക്കിൽ പേപ്പർ ക്രാഫ്റ്റ്സ്, പിന്നെ അത് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഇങ്ങനത്തെ മേഖലയെ വിട്ടിട്ട് പ്ലാന്റ് കെയറിങ് മാത്രമായിരിക്കും. അങ്ങനെ എനിക്ക് ഓരോ മൂഡിനനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണ് എനിക്ക് ഈ ക്രാഫ്റ്റിലൊന്നും കൂടുതൽ ഓർഡേഴ്സ് കിട്ടാത്തതും. നമ്മൾ പ്രോപ്പറായിട്ട് ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് അതുപോലെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പ്രോപ്പറായിട്ട് പോസ്റ്റ് ചെയ്ത് സ്റ്റോറിയൊക്കെ ഇട്ട് അങ്ങനെ അത് ഫോളോ അപ്പ് ചെയ്താൽ എനിക്കും ഇൻഷാ അല്ലാ ഓർഡേഴ്സൊക്കെ കിട്ടും. പക്ഷേ എനിക്കെന്തോ അങ്ങനെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഇഷ്ടപ്പെട്ട് ചെയ്യണം. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്നുള്ളൊരു പോളിസിയാണ് എൻ്റേത്. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടം എനിക്ക് ഏതാണോ തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യൽ. അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ അതിനുള്ള എന്തോ ടൈം ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് കൂടുതൽ ആക്റ്റീവൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ ഒന്ന് കൂടുതൽ ആക്റ്റീവായിട്ട് കൂടുതൽ ഓർഡേഴ്സൊക്കെ ഒന്ന് കിട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഒക്കെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ഞാൻ കറക്റ്റായിട്ട് അളവൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്നത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ അങ്ങനെ 1-2 തവണ ചെയ്തിട്ടുണ്ട്. അപ്പം ഉമ്മൻ്റെതും സിസ്റ്ററിൻ്റെ ഒക്കെ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ അത് അത്ര ഒരു കംഫർട്ടല്ല. നമുക്ക് ഫിറ്റായിട്ടുള്ളൊരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അളവെടുത്തിട്ടാണ് ഞാൻ കൂടുതലും സ്റ്റിച്ച് ചെയ്യൽ കേട്ടോ. അല്ലാണ്ടും ചെയ്യലാന്നല്ല, പക്ഷേ ഒന്നുകൂടി എനിക്കെന്തോ കംഫർട്ടായിട്ടുള്ളത് അങ്ങനെയാണ്. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഡ്രസ്സ് വിരിച്ച് വെച്ച് അതിൽ നിന്ന് അളവെടുത്തിട്ട് ഇങ്ങനെ മാറ്റി വരച്ചിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റൽ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഈ ചെയ്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തപ്പോഴത്തേനും ടോപ്പ് കട്ട് ചെയ്തപ്പോഴത്തേനും ഉമ്മ വന്നിട്ട് ചായ കുടിച്ചിട്ട് ബാക്കി കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ചായ എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നല്ല പൊരിച്ച പത്തിരിയും ബീഫിൻ്റെ കറിയും ഉണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇതേ കസിൻസ് വന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തെങ്ങിൻ്റെ മേലെയായിട്ട് 2 മയിലുണ്ടെന്ന്. അങ്ങനെ ഒരു മയിലേ വീഡിയോയിൽ കാണുന്നുള്ളൂ, മറ്റൊരു മയിലും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോയിൽ എന്തോ കാണുന്നില്ല. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലെ മുറ്റത്ത് ഇറങ്ങിയതിനേക്കാളും കാണുന്നത് ഞങ്ങളുടെ ആപ്പാപ്പൻ്റെ വീട് തൊട്ട് ബാക്കിൽ തന്നെയാണ്. ആപ്പാപ്പ മീൻസ് ഉപ്പൻ്റെ ബ്രദർ. അപ്പോൾ അവിടെ പോയിട്ട് നോക്കിയപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കണ്ടത്. അപ്പോൾ അവിടെ പോയപ്പോൾ എൻ്റെ കസിന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് 2 ബോട്ടിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലെന്തോ മരുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗ്ലൗസ് തരാം, അത് വെച്ചിട്ട് ഓപ്പൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് 2 ബോട്ടിൽ തന്നു. അത് അച്ചയൊക്കെ ഞാൻ അവിടെ കൊണ്ടുവച്ചു. പിന്നെ ഞാൻ അന്ന് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഫറോക്കിൽ പോയി എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള കുറച്ച് നൂലും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് ഇത്. സെക്കൻഡ് ഡേ ഞാനൊരു ബ്ലാക്ക് ടീയും ബിസ്ക്കറ്റും കണ്ടല്ലോ, അത് കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞത് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ അതായത് തലേ ദിവസം ഫറൂഖിൽ സാധനം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് ത്രെഡ്സ് വാങ്ങാനുണ്ടായിരുന്നു. ഗ്രീന്, യെല്ലോ, പിന്നെ ബ്ലാക്ക്, അങ്ങനെ 2-3 നൂലുകൾ വാങ്ങി. അതിൻ്റെ കൂടെ ഈ ഒരു മാക്രമേ ത്രെഡ് കണ്ടപ്പോൾ അത് മേടിച്ചിട്ടോ. അത് കുറേ കാലമായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് മേടിച്ചു. അതൊരു 4 മീറ്റേഴ്സ് സെറ്റാണ് മേടിച്ചത്. മീറ്ററിന് 5 റുപ്പീസോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് മേടിച്ചിട്ടുള്ളൂ, ജസ്റ്റ് ട്രൈ ചെയ്യാനല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഇനി അടുത്തത് സ്റ്റിച്ചിങ് പരിപാടിയാണ്. അപ്പോൾ ആദ്യം സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് ഈ ഷോളിൻ്റെ അറ്റം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അടിക്കുക എന്നുള്ളത്. ആദ്യം അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കുറേ കാലമായിട്ട് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യലില്ല. എനിക്ക് തോന്നുന്നു കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്തത് കഴിഞ്ഞ പെരുന്നാളിനാണ്. ആ പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മടി ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ ഒരുവിധം അത് ഇരുന്ന് ഒറ്റയിരിപ്പിന് ആ ഒരു ഡ്രസ്സ് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ അതേ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ വീഡിയോയിൽ നല്ല ക്ലാരിറ്റി കുറവുണ്ട്. എന്നാലും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കസിന് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്ന 2 ബോട്ടിൽസും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അവൾ ഇതിൻ്റെ മുന്നേ എനിക്ക് കുറച്ച് ഇൻസുലിൻ്റെ ചെറിയ കുഞ്ഞ് ബോട്ടിൽസൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് പുറത്ത് എടുത്തിട്ടില്ല. ആ ഒരു ബോട്ടിലിൻ്റെ ക്യൂട്ട്നെസ്സൊക്കെ കണ്ടിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊക്കെ വെച്ചിട്ട് ഇൻഷാ അല്ലാ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യണം. അപ്പോൾ അത് ഞാനത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൽ ആ ഒരു മെഡിസിൻ്റെ കണ്ടൻറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലോണം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ അതിൻ്റെ വേസ്റ്റൊക്കെ നേരെ ആ ഒരു ഗ്ലൗസോട് കൂടി തന്നെ പിടിച്ചെടുത്തിട്ട് കൊണ്ട് കളയുകയാണ്. കാരണം മെഡിസിൻ ആകുമ്പം എന്ത് മെഡിസിനാണ് എങ്ങനത്തേതാണെന്നൊന്നും അറിയില്ലല്ലോ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നിട്ടുള്ളത് ഈ ഒരു സെറാമിക് പോട്ടാണ് കേട്ടോ ഇത് രണ്ടിലും ചെറിയ കുഞ്ഞ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേടൊന്നു പോയി. അപ്പോൾ അതിലേക്ക് രണ്ടിലേക്കും ഒരു കാക്ടസ് കൂടുതൽ 2 ഞാൻ മേടിച്ച് വെച്ചതുണ്ട്. ഞങ്ങളൊരു 1 മന്ത് മുന്നേ ഊട്ടി പോയപ്പോൾ മേടിച്ചിട്ടുള്ളതാണ്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്ത് ഇതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതിലുണ്ടായിരുന്നത് ആദ്യം ചകിരിച്ചോറ് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ചകിരിച്ചോറ് മാത്രമായപ്പോൾ അതിൽ കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് നിന്നിട്ടാണ് അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പ്ലാന്റ്സ് കേടുന്നു പോയത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചുകൂടി മണ്ണും ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചൊരു നല്ല പോട്ടിംഗ് മിക്സ് ആക്കിയതിൻ്റെ ശേഷം അതിൽ കുറച്ച് രണ്ടിലും കുറേശ്ശെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതേ പ്ലാന്റ്സ് വെച്ച് കൊടുക്കുകയാണ്. പ്ലാന്റ്സ് രണ്ടും 2 സൈസ് കാക്ടസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടിലും ഒരേപോലത്തെ കാക്ടസ് ആകുമ്പോൾ ഭംഗിയുണ്ടാവും. പക്ഷേ എനിക്ക് എന്തോ രണ്ടും 2 മേടിക്കാൻ തോന്നി. ഞങ്ങൾ ഊട്ടിയിൽ കുറച്ച് മുന്നേ അവിടെ ഒരു ഊട്ടിയിലെ ഫ്ലവർ ഷോ നടക്കുന്ന സമയത്ത് ഫ്ലവർ ഷോ കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ പോയത്. ആ ഒരു ഫ്ലവർ ഷോൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇതിന് എത്ര 50 റുപ്പീസോ അങ്ങനെ എന്തോ ആണ് വന്നിട്ടുള്ളത് ഒരു കാക്ടസിന്. അങ്ങനെ രണ്ടും കൂടി 100 റുപ്പീസിനിട്ടാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയപ്പോൾ അത് രണ്ടും മേടിച്ചത്. വേറെ കൂടുതൽ അങ്ങനെ ചെടികളൊന്നും അവിടെ സെയിലിനില്ലായിരുന്നു. അപ്പോൾ ഉള്ളതെന്ന് 2 മേടിച്ചതാണ് ഞങ്ങൾ. ഈ ക്രാഫ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ പ്ലാന്റ് കെയറിങ്ങും എനിക്ക് ഇഷ്ടമാണെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഞാൻ അതിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കില്ല കേട്ടോ. എന്നാലും ഈ പ്ലാന്റ്സൊക്കെ ഞാൻ അത്യാവശ്യം കെയർ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ്. കാരണം മുറ്റത്തൊക്കെ ഇങ്ങനെ ആ ഒരു നനവൊക്കെ നിൽക്കുമ്പോൾ അതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് പോട്ടിൽ ആദ്യം ഉണ്ടായിരുന്നത് ഒരു ZZ പ്ലാന്റ് ആണ്. അപ്പോൾ അത് നശിച്ചു പോയിട്ടോ. അപ്പോൾ ഞാൻ അതിലത്തെ മണ്ണ് ഒഴിവാക്കി. അപ്പോൾ ആ ഒരു ZZ പ്ലാന്റിൻ്റെ അടിയിലുണ്ടായിരുന്ന കോഡക്സ് ഉണ്ടാവില്ല, കോഡക്സ് അല്ല, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു കിഴങ്ങ് പോലത്തെ സംഭവം, അതിന് കേടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ മണ്ണ് നിറച്ചിട്ട് ആ ഒരു കിഴങ്ങ് അതിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. അതെങ്ങാനും പൊട്ടിമുളച്ച് വരികയാണെങ്കിലോ അങ്ങനെ അതിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഓർക്കിഡ് ഒരു 3-4 കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഒരു കളറാണ് ഇപ്പോൾ ഇതാ മുട്ടിട്ട്. കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നേരെ പോയിട്ട് ഞാനൊരു മഗ് കേക്ക് ബേക്ക് ചെയ്തു കേട്ടോ. ഇത് ബേക്ക് ചെയ്യുന്ന കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഏതെങ്കിലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഇത് സക്സസ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്തൊരു മഗ് കേക്കാണ്. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തത് 1 മിനിറ്റിൽ തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു സിമ്പിൾ മഗ് കേക്കാണ്. അപ്പോൾ ഇൻഷാല്ല ഞാൻ പിന്നീട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഞാൻ അവിടെ പോകുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.